ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കുക. ദൈവം തന്ന ഇന്നത്തെ ദിവസം ഞാനത് സുന്ദരമായി ജീവിക്കും. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, അനുകൂലമോ പ്രതികൂലമോ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ജീവിക്കണമെന്ന്. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങളുമായി പ്രശസ്ത ഫാമിലി കൗൺസിലറും വാഗ്മിയുമായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IT മാനേജരും ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രീസിൻ്റെ കോർഡിനേറ്ററുമായ മിസ്റ്റർ നവീൻ ജോസഫ് യുവജനങ്ങളുടെ പ്രതിനിധിയായും ഈ പ്രോഗ്രാമിലുണ്ട്. നവീനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കത്താണ്. എൻ്റെ പേര് ഷാജി. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഭാര്യ ബാംഗ്ലൂരിൽ പോസ്റ്റ് BSc പഠിക്കുന്നു. എൻ്റെ പ്രശ്നം ഭയമാണ്. അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നെ ഉപേക്ഷിക്കുമോ, വേറെ വല്ലവരുടെയും കൂടെ പോകുമോ എന്നാണ് എൻ്റെ പേടി. ജോലി ചെയ്യാനാവുന്നില്ല. ജോലി രാജിവെച്ച് പോന്നാൽ ജീവിക്കാൻ വേറെ മാർഗവുമില്ല. അവൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യമാണ്. എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ? വിദേശത്ത് ജോലി ചെയ്യുന്ന ഷാജി, ഭാര്യ നാട്ടിൽ പഠിക്കുന്നു. 2 കാര്യങ്ങളാണ് അതിനകത്ത്. ബാംഗ്ലൂരിൽ പഠിക്കുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷാജിയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് ഉടനെ പോയതാണ്. 1 വർഷമായി പുള്ളി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അതിനകത്ത് നാട്ടിൽ ഭാര്യമാരെ പഠിക്കാനോ ജോലിക്കായിട്ടോ ഇട്ടിട്ട് പോകുന്ന പല സ്ഥലത്തും ജോലി ചെയ്യുന്ന ആൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ, ഉത്കണ്ഠ, അതിനപ്പുറം ഷാജിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുള്ളിക്ക് നേരത്തെ അതിന് എല്ലാത്തിനോടും ഭയമുള്ള ആളാണ്. അങ്ങനെ 2 കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഷാജി ഒരു സെൽഫ് അനാലിസിസ് നടത്തുക, ഒരു സെൽഫ് ഡിസ്കവറി നടത്തുക. എന്താണ് ഷാജിയുടെ പ്രശ്നം? ഒന്നുകിൽ ചെറുപ്പത്തിൽ മുതലേ വളർന്നപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ സംശയമോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കണ്ടു വളർന്നിട്ടുണ്ടോ, അത് ഭയത്തിന് കാരണമാണോ? 2, അമിതമായ ഉത്കണ്ഠയും ആകുലതയും ചെറുപ്പം മുതലേ പുലർത്തുന്ന ഒരാളാണെങ്കിൽ പരീക്ഷപ്പേടി, മറ്റ് അധ്യാപകരെ പേടി, പാമ്പിനെ പേടി, പട്ടിയെ പേടി, ഇങ്ങനെ പാറ്റയെ പോലും പേടിയുള്ള ഒരു സ്വഭാവക്കാരനാണോ ഷാജി എന്ന് കത്തിൽ നിന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാത്തിനെയും ഭയമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഭാര്യ. ഒത്തിരി ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ്. അതുകൊണ്ടാണ് തിരിച്ചു പോരാൻ തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചു പോരാൻ തോന്നുന്നു. അതുകൊണ്ട് ഷാജി ഒരു തീരുമാനത്തിലേക്ക് വരേണ്ട ഒരു കാര്യം ഇതാണ്. ഇത് കുടുംബജീവിതമാണ്. ആർക്ക് വേണ്ടി അവൻ ജോലി ചെയ്യുന്നു? അവൻ്റെ ഫാമിലിക്ക് വേണ്ടി. ഭാര്യ മാത്രമല്ല, ഭാര്യ എന്തിന് പഠിക്കുന്നു? ഇവൻ്റെ കൂടെ വിദേശത്ത് പോയോ എവിടെയെങ്കിലും പോയോ ജോലി ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അവനൊറ്റയ്ക്ക് വേറൊരു സ്ഥലത്താണ്. അവനെക്കുറിച്ച് ഇവക്കും ഉണ്ടാകാമല്ലോ ഈ സംശയവും പ്രശ്നമൊക്കെ. പക്ഷെ അതിനകത്ത് അവൾ സംശയിക്കുന്നില്ല. അവൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഷാജി ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവൻ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: അവൾക്ക് പഠിക്കാൻ ആവശ്യമായ ഒരു സപ്പോർട്ട് കൊടുക്കുക. ആ സപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ അവൾ നന്നായി പഠിക്കും. ഒരു 1-2 വർഷത്തെ കാര്യമുള്ളിത്. അത് പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോൾ കടന്നു പോകും. 2 വർഷം കഴിയുമ്പോൾ 2 പേർക്കും കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരുമിച്ച് ജോലി ചെയ്യാം. പിന്നെ അവർക്ക് പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതൊരു നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് കഷ്ടപ്പെടണം. ഏതെങ്കിലും ഒരു സമയത്ത് മനുഷ്യൻ ഈ കഷ്ടപ്പാടിലൂടെ കടന്നു പോകാതെ അവന് ജീവിതത്തിൽ ഒരിക്കലും ഉയരങ്ങൾ താണ്ടാനാവില്ല. അപ്പോൾ അവൻ അല്ലെങ്കിൽ പിന്നെ അവൻ കല്യാണം കഴിച്ചപ്പോൾ തീരുമാനിക്കേണ്ടിയിരുന്നു അവിടെ നാട്ടിലെവിടെയെങ്കിലും അവൻ്റെ കൂടെ ജോലിയുള്ള എവിടെയെങ്കിലും ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കണമായിരുന്നു. ഇതിപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അവന് അങ്ങനെയുള്ളൊരു സംശയമൊന്നും ഇല്ലായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു വെറുതെ ഇരുന്ന് ചിന്തിച്ച് ഒറ്റയ്ക്കല്ലേ, ചിന്തിച്ച് ആവശ്യമില്ലാത്ത ഇവള് വല്ലവരുടെയും കൂടെ പോവുമോ, അല്ല അവൾക്ക് ഇഷ്ടം കുറയുമോ, അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്നതാണ്. ഇത് വെറും തോന്നലുകളാണ്.
ആ തോന്നലുകൾ മാറാനായിട്ടുള്ളത് ഭാര്യയും പറ്റി പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഒത്തിരി ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. സ്കൈപ്പിലൂടെ അവർക്കെന്ന് സംസാരിക്കാം. അല്ലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവൻ ഓഫാണ്. ആ ഓഫായ ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ നേരം സംസാരിക്കാം. പിന്നെ എല്ലാ ദിവസവും അവർക്ക് സംസാരിച്ച് അന്നന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. പിന്നെ രണ്ടാമത് വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് രണ്ടുപേർ കൂടി പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥന അവൻ ചൊല്ലിയാൽ അതിൻ്റെ ബാക്കി ഭാര്യ ചൊല്ലട്ടെ, അല്ലെ ഭാര്യ ചൊല്ലുന്നതിൻ്റെ ബാക്കി അവൻ ചൊല്ലട്ടെ. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞവരെ ഒരു ത്രിത്വസ്തുതി ആണെങ്കിലും ബാക്കി ചൊല്ലി അവസാനിപ്പിക്കാം അവർക്ക്. അപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഇഫക്റ്റ് കിട്ടും. അപ്പോൾ അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് തീർത്ത് ശാന്തമായിട്ട് ഉറങ്ങാൻ പോവുക, അതാണ് ഇതിനകത്തുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ഭാര്യ അടുത്തില്ല എന്നും പറഞ്ഞ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. അവന് പാട്ട് കേൾക്കാം, അവന് നടക്കാൻ പോകാം, ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഏതായാലും ഒറ്റയ്ക്കല്ലല്ലോ അവൻ ജോലി ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്തിട്ട് എല്ലാ ദിവസവും കുറച്ച് നേരം കളിക്കാൻ പോകാം. അങ്ങനെ എന്തെങ്കിലും പരിപാടിയിലേക്ക് അവൻ തിരിച്ചു വിടണം. അല്ലാതെ ഓഫീസ്, ജോലി, പിന്നെ വന്ന് കിടക്കുക, വേണ്ടാത്തത് ചിന്തിക്കുക, ആ ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അത് ശരിയായ ഒരു വഴിയല്ല. നവീൻ, പുതുതായി വിവാഹം കഴിക്കുന്ന യുവാക്കളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? കുടുംബം എങ്ങനെ കെട്ടിപ്പൊക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ചിലർ ആ സ്റ്റേജിൽ തന്നെ വീട് വയ്ക്കുന്നതിനെ കുറിച്ചും കുഞ്ഞുങ്ങളെ എവിടെ ചേർക്കണം, എന്താക്കണമെന്ന് വരെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആശങ്കകൾ വരെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോരം സമ്പാദിക്കണം, എത്ര നല്ല ജോലി, എത്ര ശമ്പളം കിട്ടണം, അങ്ങനെയൊക്കെ ആദ്യ കാലത്ത് തന്നെ ചിന്തിക്കുന്ന ഒത്തിരി അധികം ആളുകളുണ്ട്. ഒരുപക്ഷെ പങ്കാളിയെ കുറിച്ചുള്ള ചിന്തകൾ, പങ്കാളികൾ കൂടുതൽ പൊസസീവ് ആകുന്നൊരു, ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആദ്യം ആ സമയം എപ്പോഴും എൻ്റെ കാര്യം മാത്രം നോക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയം, കൂടുതൽ ഒരുമിച്ചിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയമായിരിക്കും ആദ്യത്തെ ഒരു സമയമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് അവർ ഇങ്ങനത്തെ ഒരു ചിന്തകളിൽ നിന്നൊക്കെ അവസാനം എടുത്തൊരു തീരുമാനം തന്നെ ആയിരിക്കാം വൈഫിനെ പോസ്റ്റ് ബേസിക് പഠിക്കാനായിട്ട് വിടാമെന്നും നല്ലൊരു ജോലിയിലൂടെ നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാമെന്നൊക്കെ അവർ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇവർക്ക് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയ മേഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒപ്പം തന്നെ സാധിക്കുമെങ്കിൽ ഒരു ഇത്തിരി വെക്കേഷൻ, ഒരു 3-4 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ ഒക്കെ വെക്കേഷൻസ് കിട്ടുമ്പോൾ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും ടിക്കറ്റിൻ്റെ പൈസയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് ഒരുമിച്ച് വരാനായിട്ടുള്ള സമയമായിട്ട് എടുക്കുകയും അങ്ങനെ അവരുടെ തമ്മിൽ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയി തീരുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം നിൽക്കുന്നത്. അതിൽ ഈ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സാധനം, ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താതെ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവരുപയോഗിക്കണം. ഏതാണ്ടിലും പഠിക്കാൻ തീരുമാനിച്ചു, അത് അയാൾ അവിടെ ജോലി ചെയ്യാനും തീരുമാനിച്ചു. ഇത് രണ്ടിനെയും ബാധിക്കാത്ത രീതിയിൽ ബാക്കി എന്തൊക്കെ ചെയ്യാമെന്നോ അതെല്ലാം അവർ ചെയ്യണം. ഒത്തിരി ദീർഘകാലം ഒരു വേർപിരിഞ്ഞ് കഴിയുന്നതും കുറച്ചു കാലത്തെ ഒരു ത്യാഗം മാത്രമെന്ന് കരുതി ബേസിക് ഒക്കെ പറയുമ്പോൾ ഒരു വർഷം 2 വർഷം കൊണ്ട് തീരുന്നൊരു ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെക്കേഷൻസും കാര്യങ്ങളും ഒക്കെ അവർ പരമാവധി ഒരുമിച്ചാകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചാകാനായിട്ടുള്ള ഒരു സ്ഥലത്ത് വരാനായിട്ടുള്ള. പിന്നെ വേറൊരു ചിന്ത എനിക്ക് തോന്നി, ഇതിനകത്ത് ബാംഗ്ലൂരിനെ വളരെ നെഗറ്റീവായിട്ട് ടാഗ് ചെയ്യപ്പെടുന്നു. ബാംഗ്ലൂർ എല്ലാവർക്കും ഒരു ബാംഗ്ലൂർ പോകുന്നതെല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ബാംഗ്ലൂർ പഠിച്ച നേഴ്സുമാരെ അങ്ങനെയൊക്കെ പറയുന്നവർ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറേ കാലം ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഞങ്ങൾ മിനിസ്റ്ററി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർ മിനിസ്റ്ററി ആക്റ്റീവായിട്ടുള്ളതാണ്. ഒത്തിരി നല്ല ആളുകൾ ഉള്ള സ്ഥലമാണ്. അവിടെയുള്ള എല്ലാവരും ചീത്തയാണെന്ന് പറയരുത്. ബാംഗ്ലൂർ പിന്നെ പണ്ട് മുതലേ അങ്ങനെ ഒരു പോഷായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ചില കേസുകളൊക്കെ ഉണ്ടെങ്കിലും ചില സിനിമ പോലും ബാംഗ്ലൂരിനെ അങ്ങനത്തെ ഒരു ലൈഫ് മാത്രമല്ല ബാംഗ്ലൂരുള്ളത്. നല്ല രീതിയിൽ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരും നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നവരും അവധി ദിവസങ്ങളിൽ ഈ ഷോപ്പിങ്ങും അടിച്ചുപൊളിയും ആളും മാത്രമല്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിനെ ബാംഗ്ലൂർ എന്നൊരു സ്ഥലത്തിനെ മൊത്തത്തിൽ അങ്ങനെ ടാഗ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല, അങ്ങനെ സംശയത്തോടെ കാണേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ചീത്തയാവേണ്ടവർക്ക് എവിടെ പോലും ചീത്തയാവാം. ഇനിയിപ്പോൾ ബാംഗ്ലൂരോ മംഗലാപുരമോ മദ്രാസോ ഒന്നും വേണമെന്നൊന്നുമില്ല, നമുക്ക് നാട്ടിലായാലും മതി. ഇതിനകത്തുള്ള ഒരു കുഴപ്പമില്ല, ഈ ഒരുമിച്ചിരുന്ന് ജോലിയല്ലാതെ വെറുതെ ഇരുന്ന് സൊറ പറയുന്ന കൂട്ടത്തിൽ ആണുങ്ങളുടെ ഇടയിലോ പുറത്ത് പോകുന്ന എല്ലാം അഴുക്ക്, അല്ലെ നേഴ്സുമാരെല്ലാം അഴുക്ക്, അല്ലെ പഠിക്കാൻ പോകുന്ന പിള്ളേരെല്ലാം പിഴ, അങ്ങനെ ഒരു ഒറ്റ അടിക്ക് എല്ലാവരെയും കാണുന്ന ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് കുറച്ച് പേരെ ഉള്ളെങ്കിലും കൂടുതൽ ആൾക്കാർ ഈ പേരിൽ മോശമാക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള സംസാരം വരുന്നത് കൊണ്ടാണ്. അത് മാറേണ്ടിയിരിക്കുന്നു. അത് മുതിർന്ന ആൾക്കാരും അത് മനസ്സിലാക്കണം.
പഠിക്കാനോ ജോലിക്കായിട്ട് പോയിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യുക. ജോലി ചെയ്ത് പഠിച്ച് ഇപ്പം കല്യാണം കഴിഞ്ഞ് പോസ്റ്റ് BSc പഠിക്കണമെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ല ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നവരെ സംബന്ധിച്ചുള്ളത് അവർ ജോലി വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാമല്ലോ, അതല്ല ഭർത്താവ് അയച്ചു തരുന്ന പൈസ കൊണ്ട് വീട്ടിലിരുന്നാൽ മതി. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം അവൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്, അവനോടൊപ്പം നിന്ന് ആ കുടുംബം ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ വളരെ നല്ല രീതിയിൽ അവർ കാണാൻ പഠിച്ചാൽ മതി. ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് സ്വപ്നം കാണാൻ പഠിച്ചാൽ മതി. അതുമല്ല ഇതല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പട്ടാളക്കാർ, എയർഫോഴ്സിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഭാര്യമാരെ കൊണ്ടുപോകാൻ പറ്റാതെ ഈ കാശ്മീരിലും അവിടെ ഇവിടെയും ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാരെ എത്രയോ നാട്ടിൽ 1-2 വർഷങ്ങൾ ഭർത്താവില്ലാതിരിക്കുന്നു. ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും അങ്ങനെയുണ്ട്. കാസർഗോഡ് ജോലി ചെയ്യുന്ന ഒരാൾ തിരുവനന്തപുരത്ത് ഭാര്യയും കുഞ്ഞുങ്ങളും ആണെങ്കിൽ അവരും കാണുന്നില്ല, വല്ലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് മാത്രം ഭാര്യ ചീത്തയായി പോകും, അല്ലെ ഭാര്യ നഷ്ടപ്പെട്ടു പോകും, അല്ലെ ഭർത്താവ് ചീത്തയായി പോകും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കിടയിൽ സ്നേഹം ഉണ്ടെങ്കിൽ എത്ര അകലങ്ങളിലാണെങ്കിലും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് രാജ്യമൊന്നും അതിനൊരു പ്രശ്നമേ അല്ല, അത് ഭാഷയോ രാജ്യമോ ഒന്നും അതിന് പ്രശ്നമല്ല. അതുകൊണ്ട് അവർ തമ്മിൽ നന്നായിട്ട് സ്നേഹിക്കുക, പരസ്പരം സപ്പോർട്ട് കൊടുക്കുക. ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയായി അവൾ മാറണം. ഭർത്താവിന് ഇങ്ങനെ ഒരു ഭയം ഉള്ളത് കൊണ്ട് പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, എപ്പോഴും ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ട് ജോലി ചെയ്യുക. അത് ആണ്. പിന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയില്ല, അതുകൊണ്ട് മിച്ചം പിടിക്കാൻ. അപ്പോൾ അതിനായിട്ട് അവർ രണ്ടുപേരുടെ ഒരു പ്ലാൻഡ് ഫാമിലി. വരുമാനം എന്തോരം ചിലവാക്കാം, എത്ര മിച്ചം എടുക്കാം, പിന്നെ ജോലി കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ സഹായിക്കേണ്ട ഒരു ഫാമിലി ഉണ്ടായിരിക്കും. അച്ഛൻ, അമ്മ, കല്യാണം കഴിക്കാൻ പെങ്ങൾ, ഇങ്ങനെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാൻ പാടില്ലല്ലോ ഓരോ വീടിൻ്റെ രീതികളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ റിയാലിറ്റിയിലേക്ക് വരിക, സ്വപ്ന ലോകത്തിൽ നിൽക്കാതെ റിയാലിറ്റിയിലേക്ക് വരിക. ജീവിതം വളരെ മനോഹരമാണ്, ജീവിതം അത്ര ദോഷമുള്ള കാര്യമൊന്നുമല്ല. അകലങ്ങളിലാണേലും സ്നേഹിക്കാൻ പറ്റും, അവൾ ഒരു വഴിയിലും പോകത്തില്ല. അവൻ്റെ സ്നേഹം അവൾക്കുണ്ടെങ്കിൽ അവൾക്കൊരിടത്തും പോകാൻ പറ്റത്തില്ല. സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് മറ്റൊരു സ്നേഹം തേടി പോകുന്നത്. അതുകൊണ്ട് അവൻ ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. എൻ്റെ മകൻ ജോലിയിൽ യാതൊരു താല്പര്യവും കാണിക്കാതെ മടി പിടിച്ചിരിപ്പാണ്. എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നെഗറ്റീവ് അഭിപ്രായമാണ് അവനുള്ളത്. നല്ല ഒരു ജോലി നേടണമെന്നോ വിവാഹം കഴിക്കണമെന്നോ താല്പര്യമില്ല. ഒരു കാര്യത്തിലും ആത്മവിശ്വാസവുമില്ല. അവന് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകാനും നല്ലൊരു ജീവിതം നയിക്കാനും മാഡത്തിൻ്റെ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ച ഒരു പയ്യൻ വെറുതെ കുത്തിയിരിക്കുന്നു അല്ലേ? അതൊരു നല്ല കത്താണ്. കാരണം ഇന്ന് ധാരാളം ചെറുപ്പക്കാരിങ്ങനെ ഇരിപ്പുണ്ട്. കാരണം പഠിക്കാൻ മിടുക്കരായിരിക്കും, അവർ നന്നായിട്ട് പഠിക്കും, പക്ഷെ ജോലി ചെയ്യാൻ കഴിയില്ല. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എഫേർട്ട് എടുക്കാൻ കഴിയില്ല. എളുപ്പമെന്ന് പൈസ ഉണ്ടാക്കുന്ന വല്ല പരിപാടി വേണമെങ്കിൽ ഇവർ കാണിക്കും, പക്ഷേ എഫേർട്ട് എടുത്ത് ഒരു കാര്യത്തിൽ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അവൻ്റെ പ്രശ്നം. അതൊരു ഡിസോർഡറാണ് കേട്ടോ, പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, വ്യക്തിത്വ വൈകല്യമാണ്. ചെറുപ്പം മുതലേ ചിലപ്പോൾ ഒരു ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല, അവനൊരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ വീട്ടിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യിക്കണം. അപ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനിയും നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ അതുപോലെ പിള്ളേരെ കൊണ്ട് ഓരോ ജോലികൾ, ഇപ്പോൾ പശുവിൻ്റെ കാര്യം നോക്കിക്കുക, തേങ്ങ പെറുക്കിക്കുക, ഇങ്ങനെ പണിയൊക്കെ ചെയ്യും. ഈ ടൗണിലൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലുള്ളിൽ ജീവിക്കുമ്പോൾ അകത്തേക്കാണ് കയറുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അകത്തേക്ക് കയറുമ്പോൾ കഥ കടിച്ചിട്ട് അതിനകത്തിരുന്ന് ഒന്നുകിൽ വായിക്കും, അല്ല കമ്പ്യൂട്ടറിൽ, അല്ല ടി വിയിൽ, അങ്ങനെ ഇരുന്ന് ഒരു ഉത്തരവാദിത്തം. ഈ മഴ വന്ന ഒരു തുണി എടുത്ത് അകത്തിടാൻ പോലും പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല ഈ അമ്മ. അപ്പോൾ ഈ ചെറുപ്പം മുതലേ ഒരു ജോലിയും ചെയ്യിക്കാതെ ഇരുത്തി അവൻ അങ്ങനെ ഇരിക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, പഠിക്കുക എന്നുള്ളത് അവൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉണ്ടായത്. പിന്നെ ഇവൻ ഈ നെഗറ്റീവ് ഫീലിംഗ് വരുന്നത് ദൈവവിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്. അവന് ഒരു ഓപ്റ്റിമിസ്റ്റിക് അല്ല, മനസ്സിലാകുന്നില്ലേ? ഒരു ദൈവവിശ്വാസമുള്ള ഒരാൾക്ക് ഒരിക്കലും നെഗറ്റീവ് ഫീലിംഗ് വരുന്നില്ല, പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. അതെ, ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് തീർച്ചയായിട്ടും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പഠിക്കാനൊരു സമയം, ജോലി കിട്ടാനൊരു സമയം, കല്യാണം കഴിക്കാനൊരു സമയം, ഇതെല്ലാം കൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനൊരു സമയമുണ്ട്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവൻ ജോലി എടുക്കേണ്ട സമയമായി, പക്ഷെ അവൻ അകത്തിരിക്കുന്നു. അപ്പോൾ അവൻ ആ ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവൻ നല്ലൊരു കൗൺസിലിങ്ങിന് പോകുക. അത് ആദ്യമേ ഞാൻ അവനോട് പറയുകയാണ്, നല്ലൊരു സൈക്കോളജിസ്റ്റിനോ ഒരു തെറാപ്പിസ്റ്റിനോ അവനെ സഹായിക്കാനാവും. കാരണം ആ മൈൻഡിൽ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയുള്ള എക്സർസൈസസ് ഉണ്ട്. തന്നെത്താൻ അവന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സർസൈസസ് ഉണ്ട്. അതിപ്പോൾ നമുക്കൊരു ഇങ്ങനെയുള്ള ലെറ്ററിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല, തെറാപ്പിയൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പോൾ മനസ്സിനോട് തന്നെത്താൻ അവൻ പറയണം, ഐ എം ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല.
അത് അവൻ കണ്ടെത്തണം. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി അവനെ തന്നെ അവനൊന്ന് പഠിക്കണം. എന്താണ് കുഴപ്പം, ദൈവം അവൻ എന്തൊക്കെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതവൻ റിയലൈസ് ചെയ്യാൻ പഠിക്കണം. അവൻ്റെ കഴിവുകൾ, അവൻ്റെ നേട്ടങ്ങൾ, അവൻ്റെ സർട്ടിഫിക്കറ്റ്സ്, അവൻ്റെ സൗന്ദര്യം, അവന് ചട്ടുകാലുണ്ടോ, കൊങ്ങണ്ണുണ്ടോ, അവനെന്ത് വൈകല്യങ്ങൾ, ഇങ്ങനെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അവനൊന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. പോസിറ്റീവ്സ് ആണ് കൂടുതലെങ്കിൽ അവൻ മനസ്സിലാക്കണം ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആണിതെല്ലാം. ഇനി നെഗറ്റീവ്സ് ആണെങ്കിൽ എന്തുകൊണ്ടത് നെഗറ്റീവായി, അത് അവൻ ഓരോന്നോരോന്നായിട്ട് മാറ്റണം. ഇവിടെ രണ്ട് കണ്ണും ഇല്ലാത്തവർ ജീവിക്കുന്നുണ്ട്, ചെവി കേൾക്കാൻ മേലാത്തവർ ജീവിക്കുന്നുണ്ട്, രണ്ട് കൈ ഇല്ലാത്തവർ ജീവിക്കുന്നുണ്ട്, വളരെ നല്ല പൊസിഷനിലെത്തുന്നുണ്ട്. ഇവനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ കൂട്ടി വെച്ചിട്ട് നല്ല വഴിയിലേക്ക് അവൻ അവൻ്റെ പ്രവൃത്തികളെ തിരിച്ചുവിടണം. ഒരു ദിവസം ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യുമെന്ന് വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ തീരുമാനം എടുക്കണം. ഒരു വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ അന്നത്തെ ഒരു ദിവസത്തെ അവൻ്റെ പ്രവൃത്തികളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഞാൻ എന്തൊക്കെ ചെയ്തു, ആർക്കൊക്കെ ഇന്നത്തെ എൻ്റെ ജീവിതം പ്രയോജനമുള്ളതായി. അപ്പം അങ്ങനെ അവൻ അനലൈസ് ചെയ്യുമ്പോൾ അവന് ഒന്ന് എഴുതി കുറിച്ച് നോക്കിയാൽ മതി. ഒരു മാസം കൊണ്ട് അവന് മനസ്സിലാക്കാൻ പറ്റും വെറുതെ ഇരുന്ന് സമയം കളഞ്ഞ എത്ര മണിക്കൂറാണ്. നവീൻ, ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്കോളിക് ആയിട്ടുള്ള ആളുകളും മറുഭാഗത്ത് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആളുകളും, ഇത് നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇത് രണ്ടിനെയും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വർക്ക് ഹോളിക് ആകുന്നത് അതിൻ്റെ തന്നെ ഭവിഷ്യത്ത് അവരും അവരുടെ കുടുംബവും അനുഭവിക്കും. വർക്ക് ഹോളിക് ആകുന്നത് ഈ ചിലരെങ്കിലും എസ്കേപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഹോളിക് ആകും. ബാക്കിയുള്ള ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒളിച്ചോടുന്നത്, ചിലപ്പോൾ കരിയറിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ ലാഡറിൽ കയറി പോകണമെന്ന് മാത്രം ചിന്തയുള്ളവർ. അപ്പോൾ കുടുംബം അവിടെ, കുഞ്ഞുങ്ങളും ഭാര്യയും അവരുടെ സോഷ്യൽ ലൈഫും എല്ലാം നഷ്ടപ്പെടുന്നു. അതിലൊട്ടും ബാലൻസ് ചെയ്യാൻ പറ്റാതെ അവർ പോകുന്നു. അതേസമയം ജോലി ചെയ്യാതിരിക്കുന്നവർ അവർക്ക് തന്നെ അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതി വരെയാണ്. ഒരു വ്യക്തി അയാളുടെ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അയാൾക്കുള്ള കഴിവുകൾ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഉപയോഗിക്കാതിരിക്കുമ്പോൾ അയാൾക്ക് അത് നഷ്ടമായിട്ട് വരുവാണ് സമൂഹത്തിനും കുടുംബത്തിനും. അപ്പം ആ പ്രത്യാശയോടെ ഇപ്പോൾ ഈ ഇതിനകത്ത് പറഞ്ഞ ആ വ്യക്തിക്ക് പ്രത്യാശയോടെ നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വഴികൾ ധാരാളം തുറന്നു വരികയും അല്പാൽപമായിട്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ ദൈവം നടത്തുന്ന വഴികൾ മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കും. ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുക. ആത്മവിശ്വാസം ഇല്ലായ്മ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് ഇത്രയും വരെ പഠിക്കാൻ സാധിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തെങ്കിലും കഴിവുണ്ട്. ആ കഴിവിനെ ചെറിയ രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചവിട്ടുപടികൾ കയറി ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു കാര്യത്തിലും പിന്നെ പോസിറ്റീവായിട്ട് ചിന്തയില്ല, നെഗറ്റീവായിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അതും മേഡം നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് ചിന്തകൾ കൂടുതൽ വരുന്നത്. നമുക്ക് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ CCC പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. പൂവിരിയുന്നതും കിളികൾ ജീവിക്കുന്നതും മുട്ട വിരിയുന്നതും അങ്ങനെ എന്ത് കാര്യങ്ങൾ നോക്കിയാലും ദൈവത്തിൻ്റെ ഒരു കരം അതിൽ സൃഷ്ടികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം റിയലാണെന്നുള്ളതും ദൈവം എന്നും ഉണ്ടെന്നുള്ളതും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതും ഒരു വ്യക്തിയുടെ കാര്യത്തിലും ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടെന്നും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ജോലിയിലേക്ക് പ്രവേശിക്കുക അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കുടുംബത്തിന് വേണ്ടിയിട്ടും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും വേണ്ടിയിട്ടും ചെയ്യാനുള്ള എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് വ്യക്തി മനസ്സിലാക്കണം. ഒരു ജോലിയും ചെയ്യാതിരിക്കാതെ അതേസമയം അത് അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകാതെ കുടുംബത്തിനും സമയം കൊടുക്കാനായിട്ടും സമൂഹത്തിനും സമയം കൊടുക്കാനായിട്ടും അതിലും എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വർക്കോളിക്കാവുന്നവരും ചിന്തിക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. അവസാനമായിട്ട് നമുക്ക് എന്ത് സൊല്യൂഷൻ ഈ വ്യക്തിയോട് നിർദ്ദേശിക്കാനാവും? ഈ വ്യക്തിയോട് എനിക്ക് പറയാനുള്ള ആദ്യം സ്വയം സ്നേഹിക്കുക, സ്വയം ബഹുമാനിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മുടെ ജീവിതം ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനമുള്ളതാക്കി മാറ്റുമ്പോഴാണ് ഈ ഭൂമിയിൽ നമ്മുടെ ജന്മം കൊണ്ട് അതിൻ്റെ ഉദ്ദേശം പൂർത്തിയാവുന്നത് എന്ന് മനസ്സിലാക്കുക. ആ മോനെ സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷൻ ഉണ്ട് കയ്യിൽ, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് കയ്യിൽ. അതുകൊണ്ട് അവന് എന്ത് ചെയ്യാൻ പറ്റും ഇനി ശേഷിച്ച സമയത്ത് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൻ തീരുമാനിക്കുക, ഒന്ന് ചിന്തിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം അവനോട് പറയുന്നത് ഈ ഭൂമിയിൽ ഒന്നും അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് പോകണ്ട. നമ്മളെല്ലാവരും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളാർക്കും എല്ലാം തികഞ്ഞവരല്ല. ബലഹീനതകളും കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ട്. അപ്പം അവൻ്റെ കുറവുകളായിരിക്കാം അവനെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് ആ കുറവുകൾ എന്താണെന്നോ അത് പരിഹരിക്കാനായിട്ട് അവൻ സ്വയം തീരുമാനം എടുക്കുക. പിന്നെ നല്ല ഒരു ദൈവവിശ്വാസിയാകുക, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. അവനൊരു പക്ഷേ ദൈവം എനിക്കിങ്ങനെയൊക്കെ തരുന്നില്ലല്ലോ, ദൈവത്തോടും വെറുപ്പുണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളവരുടെ ഒരു കുഴപ്പം അങ്ങനെ എന്തും മോശമായിട്ടേ കാണത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാതെ എന്ത് നന്മയായിട്ട് കാണാൻ പറ്റുക. വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ നല്ല വീടുകൾ, നല്ല പൂക്കൾ, നല്ല ചെടികൾ, നല്ല മനുഷ്യർ, നല്ല വണ്ടികൾ, നമുക്ക് ചുറ്റും ഒത്തിരി നല്ല കാര്യങ്ങൾ കാണാനുണ്ട്. അവൻ ഓരോ ദിവസവും അങ്ങനെ കാണുന്ന നല്ല കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ചീത്തയായ കാര്യങ്ങളെ വിട്ടിട്ട് മുന്നോട്ട് നോക്കി നടക്കുക, പിറകോട്ട് നോക്കരുത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പോട്ടെ. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നോക്കി നടക്കാനുള്ള ഒരു നല്ല തീരുമാനം എടുത്ത് അവൻ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുക. ദൈവം തമ്പുരാൻ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. വിശ്വസിക്കുക, അവൻ രക്ഷപ്പെടും. നാം നമ്മെ തന്നെ സ്നേഹിക്കുക, എങ്കിലേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനാവും. നമ്മോട് തന്നെ ക്ഷമിക്കുക, എങ്കിലേ മറ്റുള്ളവരോടും ക്ഷമിക്കാനാവും. പ്രശ്നങ്ങൾക്ക് എപ്പോഴും ശാശ്വതമായ പരിഹാരങ്ങളുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി.